പ്രകാശമേ മിഴി തുറക്കുക വേഗം. പ്രിയപ്പെട്ടൊരു മരണം എന്ന് പറയുന്ന എല്ലാവർക്കും ഉണ്ട്. ജനിച്ചാൽ ഒരു വ്യക്തി മരിക്കണം. പക്ഷേ ഇവിടെ പറയുന്ന ഈശോ മിശിഹാ പറയുകയാണ്, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള പഠനമാണ്. പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു വ്യക്തി മരിക്കുകയില്ല, ശാരീരികമായി മരിക്കുകയില്ല എന്നല്ല ഇതിനർത്ഥം. മറിച്ച് ആ വ്യക്തി ആത്മാവിലുള്ള മരണം ഒരിക്കലും സംഭവിക്കുകയില്ല. ആത്മാവിൽ എന്നും ജീവനുള്ള വ്യക്തിയായിരിക്കുമെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. ശാരീരികമായി മരിക്കുന്നെങ്കിലും പരിശുദ്ധ കുർബാനയുടെ സ്നേഹിതന്റെ ആത്മാവ് ഒരു നാളും നഷ്ടപ്പെടുകയില്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. ഈശോ മിശിഹാ പരിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുമ്പോഴൊക്കെ യഹൂദരുടെ ഇടയിലൊക്കെ തർക്കമുണ്ട്. എങ്ങനെയാണ് തൻ്റെ ശരീരം ഭക്ഷിക്കാൻ നൽകുന്നതെന്നൊക്കെയുള്ള തർക്കങ്ങളും സംശയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈശോ ഞാൻ ജീവന്റെ അപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ നൽകുന്നുണ്ട്. യോഹന്നാൻ 6:60 കാണുന്നുണ്ട്, ഈ വചനം കഠിനമാണ്, ഇത് ആർക്ക് വിശ്വസിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് മിശിഹായുടെ പ്രബോധനത്തെ സംശയിക്കുന്ന ചിലരെ കാണാം. യോഹന്നാൻ 6:66 കാണുന്നുണ്ട്, ഇത് കേട്ട് അവൻ്റെ ശിഷ്യന്മാരിൽ പലരും അവനെ വിട്ടുപോയി. കഠിനമെന്ന് തോന്നുമെങ്കിലും സത്യമായ പരിശുദ്ധ കുർബാനയെ, ജീവനായ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. തന്നെ നൽകിക്കൊണ്ട് വിശുദ്ധ കുർബാന എന്ന് പറയുന്ന ഈ രഹസ്യം ഈശോ മിശിഹാ നമുക്കായി നൽകി. തന്നെ ശൂന്യമാക്കിക്കൊണ്ട് കർത്താവ് ഈശോ മിശിഹാ ഈ അപ്പത്തെ നമുക്ക് ഭക്ഷ്യയോഗ്യമായി നമുക്ക് നൽകി. ഈ പരിശുദ്ധ കുർബാനയുടെ സ്നേഹിതരായി മാറുവാൻ, പരിശുദ്ധ കുർബാനയുടെ വക്താക്കളായി മാറുവാൻ, പരിശുദ്ധ കുർബാനയുടെ പ്രഘോഷകരായി മാറുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആമേൻ. നിൻ വഴിയേ നടക്ക